തരമാറ്റിൻ്റെ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ നമ്മുടെ അയ്യപ്പന്മാരെല്ലാം കാൽനടയായിട്ട് മലയ്ക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ നയന അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ചിറങ്ങുകയാണ്. അപ്പോൾ അച്ഛൻ വന്ന് ചോദിക്കുകയാണ്, മോളെ നീ അമ്പലത്തിൽ പോകുന്നതെല്ലാം കൊള്ളാം, പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ എന്നിങ്ങനെ പറയുമ്പോൾ നയന പറയും, എനിക്ക് അതിനൊരു കുഴപ്പവുമില്ല അച്ഛാ, ഇപ്പം ആദർശേട്ടൻ്റെ അമ്മ പോലും എഴിച്ച് നടക്കുകയൊക്കെ ചെയ്യുകയല്ലേ, പിന്നെ എനിക്കെന്താ കുഴപ്പം എന്ന് കഴിഞ്ഞ് ഇരുമ്പോൾ കനകയും നന്ദുവും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നയന ചോദിക്കുകയാണ്, ആദർശേട്ടൻ മലയ്ക്ക് പോയി അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ഇനി ഞാൻ അനന്തപുരി തറവാട്ടിൽ പോകണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, മോൾ അന്നേ പറഞ്ഞതല്ലേ ആദർശിൻ്റെ അമ്മ വിളിച്ചാലേ ഇനി പോവുകയുള്ളൂ എന്ന്, അതാണ് എൻ്റെയും തീരുമാനമെന്ന് ഇങ്ങനെ അച്ഛൻ പറയുന്നു. അപ്പോൾ നന്ദുവും പറയുന്നു, ചേച്ചിയുടെ വാക്കിനെ വില കൽപ്പിക്കാതെ ചേച്ചി അവിടെ ഇട്ട് ഉപദ്രവിക്കുന്നവരുടെ വീട്ടിൽ ചേച്ചി പോവണ്ട, ഇത് ആദർശേട്ടൻ എടുത്തു തന്ന വീടല്ലേ, പിന്നെ എന്താ കുഴപ്പം, ആ ചേച്ചി ഇവിടെ നിൽക്കുന്നതിലാണ് എനിക്കും താല്പര്യമെന്ന് നന്ദുവും പറയും. അപ്പോൾ അമ്മയും പറയും, മോൾ ഇവിടെ നിൽക്കുന്നതിൽ തന്നെയാണ് എനിക്കും ഇഷ്ടം, മോൾ അവിടെ പോകണ്ട, നിനക്ക് വിലയില്ലാത്ത വീട്ടിലേക്ക് നീ പോകണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ഇത് ആദർശം എടുത്തു തന്ന വീട് തന്നല്ലോ, അതുകൊണ്ട് ആദർശിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ, പിന്നെ എന്താ, പിന്നെ 7-ാം മാസം ആകുമ്പോൾ നവ്യയും കൂടി കൊണ്ടുവരുമല്ലോ, അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അങ്ങനെ ഒരു സമാധാനമുണ്ട്. എന്നിരുന്നാലും നിങ്ങളെ കെട്ടിച്ച വിട്ട വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം, എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമുണ്ടാകാൻ വേണ്ടി രണ്ടുപേരും ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നിങ്ങനെ കനകം പറയുന്നു. എനിക്ക് അങ്ങനെയാണ് അമ്മേ, ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം, അവിടെ നിസ്സാര കാര്യങ്ങൾക്കാണ് വഴക്കുണ്ടാക്കുന്നത്, അതെന്തിനാന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അമ്മേ, എനിക്കും ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് അമ്മേ മനസ്സമാധാനം എന്നിങ്ങനെ നയന പറഞ്ഞിട്ട് നയന കുളിക്കാൻ പോകും. കനക അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം നന്ദുവിനെ ഗോവിന്ദൻ വിളിച്ച് നിർത്തി സംസാരിക്കുകയാണ്, മോളെ ഈ അനിയെ കാണാൻ നീ ശ്രമിക്കരുത്, അനിയെ ഇങ്ങോട്ട് വരാൻ ഉള്ള ഇടയിൽ നീ വരുത്തരുത്. അപ്പോൾ നന്ദു ചോദിക്കും, അച്ഛൻ എന്തോന്നാണ് പറയുന്നത്, ഞാൻ വിളിച്ചിട്ടാണോ അനി ഇങ്ങോട്ട് വരുന്നത്, ഇനി വരരുതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് താക്കീത് നൽകിയിട്ടുണ്ട്, അഥവാ വന്നാലും ഇനി അവനുമായിട്ട് സംസാരിക്കാനും ഒന്നിനും നീ പോകരുത്, അവൻ്റെ പെരുമാറ്റമെല്ലാം കാണുമ്പോൾ തോന്നുന്നു ഇപ്പോഴും നിൻ്റെ അടുത്ത് അവനക്ക് സ്നേഹമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, നീയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നീ വളരാൻ അനുവദിക്കരുത്, ഇതൊക്കെ കൊണ്ടാണ് നീ അവനെ കാണരുതെന്ന് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് നീ ഒരു വിവാഹത്തിന് സമ്മതിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, എന്നിട്ട് നീ അതിനൊന്ന് പിടിതരാതെ നീ മാറി നടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അച്ഛൻ അനിയുടെ പേരും പറഞ്ഞ് എന്നെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കണ്ട, ഇപ്പോഴല്ലേ അച്ഛനും അമ്മയും പറഞ്ഞത്, 2 മക്കളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ട് അവർ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് സന്തോഷം, എന്നിട്ട് എന്നെ അതിലേക്ക് നിങ്ങൾ വീണ്ടും പിടിച്ചിടാൻ നോക്കുന്നു, എന്തായാലും ഞാൻ ഇപ്പോഴൊന്നും വിവാഹത്തിന് സമ്മതിക്കുകയില്ല, നിങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും വേണ്ട എന്ന് പറയുന്നു നന്ദു. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ വിവാഹം ഒരു കുരുക്കായിട്ടാണ് കാണുന്നത്, ഞാൻ കുറച്ച് നാളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് നന്ദു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഗോവിന്ദൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് തീരുമ്പോൾ നയനയും കനകയും കൂടി അമ്പലത്തിൽ പോയി തൊഴാൻ വേണ്ടി പോവുകയാണ്. ശേഷം നയന പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ശബരിമലയ്ക്ക് പോയവർക്ക് എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും ദർശനം കിട്ടാനും വേണ്ടി നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആദർശേട്ടൻ മലയ്ക്ക് പോയതിന് വന്നതിന് ശേഷം എന്നെ അമ്മായിയമ്മ അനന്തപുരിയിലേക്ക് വിളിക്കുകയും എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കി ചെയ്യണേ എന്നാണ് നയന പ്രാർത്ഥിക്കുന്നത്. ഇത് കഴിഞ്ഞ് തരുമ്പോൾ കനക ചോദിക്കുകയാണ്, മോളെ എന്താണ് നീ പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് മലയ്ക്ക് പോയവർക്ക് നല്ല ദർശനം കിട്ടുകയും അവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താനും പറ്റണേ എന്ന്, അതിനുശേഷം എന്നെ അനന്തപുരിയിലേക്ക് അമ്മ വിളിക്കുകയും ചെയ്യണേ എന്ന്, എന്നെ സ്നേഹിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്ത് എന്നെ വിളിക്കണേ എന്നുള്ള രീതിയിലാണ് അമ്മ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ കനകയും പറയുന്നു, ഞാനും അത് തന്നെ മക്കളെ പ്രാർത്ഥിച്ചതെന്ന്, ഈശ്വരൻ എല്ലാം കണ്ടറിഞ്ഞ് നടപ്പിലാക്കി തന്നാൽ മതിയായിരുന്നു എന്ന് കനകയും പറയുന്നു. ഇത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പൂജാരി വന്ന് പ്രസാദമെല്ലാം കൊടുക്കുമ്പോൾ നയനയോട് ചോദിക്കുന്നു, എന്താ മോളെ സുഖം തന്നെ എന്ന് ചോദിക്കുമ്പോൾ അസുഖമാണെന്ന് പറയും. എന്നാൽ അമ്മയ്ക്ക് സുഖമുണ്ടോ, എൻ്റെ അമ്മായിയമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇന്ന് അമ്പലത്തിൽ വന്നപ്പോൾ ആദർശനും അച്ഛനും എന്തായിരുന്നു മനസ്സിൽ വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു. അപ്പോൾ മോള് വന്ന് തൊഴുതപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കരൾ ദാനമായി ആരെങ്കിലും കൊടുക്കാൻ വരുമെന്ന്, ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കും. ഇപ്പം കുറച്ച് നാളായല്ലോ മോളെ കണ്ടിട്ട്, മോൾ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പൂജാരി ചോദിക്കുകയാണ്, ഇത്രയും ദിവസം മോളെ കാണാനില്ലല്ലോ, മോൾ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യായിരുന്നു എന്ന് പറയും. അപ്പോൾ കനക പറയും, ഇല്ല അവൾക്ക് പനിയായിരുന്നു അതുകൊണ്ടാണ് വരാത്തതെന്ന്. അപ്പോൾ പൂജാരി ചോദിക്കും, ഇത്രയും ദിവസമോ എന്ന്. കനക പറയും, ഇപ്പോഴത്തെ പനിയല്ലേ, അത് മാറാൻ ഇത്തിരി താമസം എടുക്കും എന്ന് അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് കനക പറയാണ്, എൻ്റെ നയനമോൾക്കും ആദർശിന് വേണ്ടി നന്നായി ഒന്ന് പ്രാർത്ഥിക്കണേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ ദിവസവും മൂർത്തി സാറും അമ്മയും വന്ന് എല്ലാ വഴിപാടുകളും എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്, ഇന്നും വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് നയനമോൾക്ക് വേണ്ടി.
എന്നും മൂർത്തി സാറ് പറയാറുണ്ട്. നയനമോൾ അനന്തപുരി തറവാട്ടിൽ വന്ന ഐശ്വര്യമാണെന്ന്. ആ നാവിൽ നിന്ന് ഇത് കേൾക്കണമെങ്കിൽ വലിയ ഭാഗ്യമാണ്. എല്ലാ കാര്യങ്ങളും ഹരിച്ചും കുണിച്ചും നോക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇത്രയും വന്നതിന് മഹാഭാഗ്യമെന്ന് പോറ്റി പറയുന്നു. ദർശനമെല്ലാം കഴിഞ്ഞ് നയനയെ പതുക്കെ പിടിച്ചിറക്കിയാണ് കനകം. അത് കഴിഞ്ഞ് തീരുമ്പോൾ വണ്ടിയിൽ ദേവയാനിയും ജലജയും ഇരിക്കുന്നു. ജലജ പറയുന്നു, "ദാണ്ടെ നോക്കി ആരാ വരുന്നതെന്ന് നോക്കി, ആ നയനയാണ്." അപ്പോൾ ദേവയാനി ചോദിക്കുന്നു, "എന്താ അവളെ പിടിച്ചിറക്കുന്ന എന്ന് ചോദിക്കും. അവൾക്ക് വല്ല കുഴപ്പവുമുണ്ടോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പോൾ, അവൾക്ക് എന്താ കുഴപ്പം, അവൾക്ക് വല്ല വിശേഷവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും പിടിച്ചിറക്കുന്നത്. അത് അമ്മ അവളായിരിക്കും, അച്ഛൻ എന്തായാലും ആദർശമായിരിക്കില്ല, അങ്ങനത്തെ സ്വഭാവമുള്ളവളല്ലേ എന്ന്." അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വരും. അപ്പോൾ ദേവയാനി ചോദിക്കും, "അമ്പലത്തിൽ വന്നിട്ട് നീ എന്താ വേണ്ടാതീനം പറയുന്നത്? അത് ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന്." ജലജ പറയും. എന്നാൽ വണ്ടിയിലേക്ക് ഇറങ്ങിയെന്ന് ജലജയോട് ദേവയാനി പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദേവയാനി നയനയെ കാണുകയാണ്. കനകവും ദേവയാനിയെ കാണുകയാണ്. അപ്പോൾ നയനയെ കനക പിടിക്കാൻ പോകുമ്പോൾ നയന പറയുന്നത്, "അമ്മയെ പിടിക്കരുതേ." പിടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിനുശേഷം നയന പയ്യൻ നടന്നു വരികയാണ്. രണ്ടുപേരും മാറി മാറി കാണുകയാണ്. കഴിഞ്ഞ് ജലജ ദേവയാനിയും പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ വരികയാണ്. അപ്പോൾ ദേവയാനി നയനയോട് അമ്മയോട് ചോദിക്കുകയാണ്, "എന്താ ഇവൾക്കെന്താ വല്ല വയ്യായ്കയുണ്ടോ, എന്താ ഇവളെ പിടിച്ചുകൊണ്ട് വരുന്നതെന്ന്?" ചോദിക്കുമ്പോൾ കനകം പെട്ടെന്ന് പേടിച്ച് വരണ്ട് പെട്ടെന്ന് പറയുകയാണ്, നയനയ്ക്ക് പനിയായിരുന്നു, പനിയായതുകൊണ്ടാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന്." അപ്പോൾ ജലജ ചോദിക്കുകയാണ്, "നമുക്ക് തലകറക്കമോ ഛർദിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക." അപ്പോൾ കനക, "അമ്പലമായി പോയി, അല്ലെങ്കിൽ ഞാൻ നല്ല മറുപടി പറഞ്ഞു തന്നെങ്കിൽ ഇത് മോൾക്ക് പനിയാണ്, അതുകൊണ്ട് നല്ല ക്ഷീണവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പതുക്കെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നയന പോകുന്ന കാണുമ്പോൾ ദേവയാനിക്ക് സംശയമാണ് തോന്നുന്നത്. അങ്ങനെ ദേവയാനി നയനയെ നോക്കി നിൽക്കുമ്പോൾ ജലജ പറയുന്നു, "നീ അവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, വാ നമുക്ക് പോയി തൊഴുതിട്ട് വരാം" എന്ന് പറഞ്ഞ് ദേവയാനിയെ വിളിച്ചുകൊണ്ട് ജലജ പോവുകയാണ്. ഇത് കഴിഞ്ഞ് അനാമികയാണെങ്കിൽ നന്ദു അടിച്ച കാര്യമെല്ലാം ഓർമ്മിച്ച് വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് അങ്ങനെ രേവതി വരുന്നത്. രേവതി വരുമ്പോൾ മോളെ അനിയെ ഒന്ന് ഫോൺ വിളിച്ച് നോക്ക്, അവൻ മലയ്ക്കൊക്കെ പോയതല്ലേ എന്ന് രേവതി പറയുമ്പോൾ അനാമിക പറയണം, "ഇല്ല, ഞാൻ അവനെ വിളിക്കത്തില്ല" എന്ന് പറയും. "ഇങ്ങനെ പറയരുതേ മോളെ, അവൻ്റെ മനസ്സിലും നിനക്ക് സ്നേഹമുണ്ടെന്ന് തോന്നണ്ടേ? അപ്പോൾ ഇങ്ങനെ നീ കാണിച്ചാൽ പിന്നെ അവൻ എങ്ങനെ നിന്നെ മനസ്സിലാക്കും? അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കും പോലെയൊക്കെ തോന്നണ്ടേ? അതുകൊണ്ട് നീ അവനെ ഫോണ് വിളിച്ച് എന്തൊക്കെ സുഖവരൊക്കെ അന്വേഷിക്കുക." അപ്പോൾ അനാമിക പറയുകയാണ്, "ഞാൻ അനിയെ വിളിക്കത്തില്ല, വേണമെങ്കിൽ ഞാൻ അബിയെ വിളിക്കാമെന്ന് പറയും." അങ്ങനെ അബിയെ ഫോൺ വിളിക്കുമ്പോൾ അബിയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓഫിൽ തമിഴിലാണ് എന്തൊക്കെ പറയുന്നത്. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, "ശബരിമല അങ്ങ് തമിഴ്നാട്ടിലല്ലല്ലോ, പിന്നെ എന്താ ഇതിൽ തമിഴൊക്കെ സംസാരിക്കുന്നത്?" എന്ന് അനാമിക പറയുകയാണ്. മോളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ എന്ന്. അപ്പോൾ "ഇല്ല അമ്മ, കിട്ടുന്നില്ല, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ" എന്ന് പറയും. അപ്പോൾ അമ്മ അടുത്തിരുന്ന് ഉപദേശിക്കുകയാണ്, "മോളെ, നീ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, അനിയെ നീ നല്ല രീതിയിൽ സ്നേഹിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിന്നെ അത് വലിയ പ്രശ്നത്തിലെത്തും, അതുകൊണ്ട് അതുകൊണ്ട് അനിയെ നല്ലതുപോലെ സ്നേഹിക്കണം" എന്ന് പറയുമ്പോൾ അനാമിക പറയുകയാണ്, "അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പുറത്തറിയും, നാണക്കേടെന്ന് വിചാരിച്ച് അവരാരും പുറത്തറിയിക്കില്ല അമ്മ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവരവിടെ കൊണ്ട് തന്നെ തീർക്കും, അവർ വെളിയിൽ അറിഞ്ഞാൽ നാണക്കേടെന്ന് പറഞ്ഞ് അവർ പുറത്തറിയിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ വിഷം ഉള്ളിലേക്ക് പോയിട്ടും അത് പുറത്തൊന്നും അറിയാത്ത, രണ്ടാമത് സ്വർണത്തിൻ്റെ കാര്യത്തിലും അതൊന്നും പുറത്താവാത്തത്. അതുകൊണ്ട് നമ്മളതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തെങ്കിലും വലുതായിട്ട് പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തണമെങ്കിലേ അവരെ അത് പഠിക്കുകയുള്ളൂ. അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് പ്രയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം അവിടുത്തെ സ്വത്തുക്കളാണ്, നീ ഡൈവേഴ്സ് ആയാലും എങ്കിൽ പ്രശ്നമില്ല, അത് കഴിഞ്ഞ് തീരുമ്പോൾ ഒരു കൊച്ചും കൂടി ആയാലോ ഏറ്റവും എളുപ്പമായിരിക്കും എന്ന്. അപ്പോൾ അനാമിക പറഞ്ഞു, "അതൊന്നും നടക്കാത്ത കാര്യമാണ്, അതൊന്നും നടപ്പില്ല" എന്ന്. "അവൻ്റെ മനസ്സ് നിറച്ച് അവളാണ്, അതുകൊണ്ട് തന്നെ ഒരു കാലവും അവൻ്റെ കൂടെ ഇഷ്ടത്തിൽ ജീവിക്കാനോ അവൻ്റെ കൂടെ സന്തോഷമായിരിക്കാനോ ഒന്നും നടപ്പില്ല" എന്ന് അനാമിക പറയുന്നു. അങ്ങനെ ദേവയാനി അമ്പലത്തിൽ തൊഴുത് നിന്നതിന് ശേഷം പൂജാരി വന്ന് പ്രസാദമൊക്കെ കൊടുക്കുകയാണ്. കൊടുത്തിട്ട്, "ഇപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ?" എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് ദേവയാനി പറയുന്നു. എന്നിട്ട് പൂജാരി പറയുകയാണ്, "എന്നും മൂർത്തി സാറ് വന്ന് നയനമോൾക്കും ദേവയാനിക്കും വേണ്ടി എന്നും പൂജയും വഴിപാടും ഒക്കെ ചെയ്യും, മൃത്യുഞ്ജയ ഹോമം വരെ ചെയ്യും" എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് സംശയമാണ് തോന്നുന്നത്. പൂജാരിയോട് ദേവയാനി ചോദിക്കുന്നു, "എന്താ നയനയ്ക്ക് വല്ല അസുഖമുണ്ടോ?" എന്ന് ചോദിക്കുമ്പോൾ പൂജാരി പറയും, "ഇപ്പോഴല്ലേ തൊഴുതിട്ട് പുറത്തേക്ക് പോയത്, കണ്ടില്ലായിരുന്നോ" എന്ന്. "പേർക്ക് എന്നും വഴിപാടുകൾ നടത്താറുണ്ട്" എന്ന് പറഞ്ഞിട്ട് പൂജാരി അകത്തേക്ക് പോകും. എന്നിട്ട് ഇപ്പോൾ ജലജ ദേവയാനിയോട് പറയും, "അവൾക്ക് വല്ല മാറാരോഗവും കാണും ഏട്ടത്തി, ഇതൊന്നും അറിയിക്കാതെയായിരിക്കും വിവാഹം ചെയ്തത്, ആദർശനും അച്ഛനും അറിയാമായിരിക്കും, അതുകൊണ്ടാണ് അവളെ പക്ഷം നിൽക്കുന്നത്"
പറയുമ്പോഴും ദേവയാനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ആദർശിനെ ഫോൺ വിളിച്ച് അമ്പലത്തിൽ പോയി വന്ന കാര്യമൊക്കെ പറയുന്നു. ഞാൻ അമ്മയെ കണ്ടു. അമ്മയോട് ഒരുപാടൊന്നും സംസാരിക്കാൻ നിന്നില്ല, കുറച്ച് മാത്രം സംസാരിച്ചു. അപ്പോൾ ആദർശിന് നല്ല സന്തോഷമാകുന്നു. അമ്മ അമ്പലത്തിൽ വന്നോ എന്ന് അമ്മയോട് കുറച്ച് നടക്കാനാണ് പറഞ്ഞ് അമ്മ അമ്പലത്തിലൊക്കെ വന്നു തുടങ്ങിയോ എന്നെല്ലാം സുഖം അന്വേഷിച്ചിട്ട് ആദർശ് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദർശ് അച്ഛനോട് പറയുകയാണ് അമ്മ അമ്പലത്തിൽ പോയി എന്നൊക്കെ. അപ്പോൾ ജയൻ പറയുകയാണ് നമ്മൾ ഇവിടെ അയ്യപ്പ ദർശനത്തിന് വന്നതുകൊണ്ട് ദേവയാനി അമ്പലത്തിൽ പോകുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അപ്പോൾ അജയൻ ചോദിക്കുകയാണ് അനിയോട്, നിന്നെ അനാമിക മോൾ വിളിച്ചില്ലേ എന്ന്. ഇല്ല, അനാമിക എന്നെ വിളിച്ചില്ല. അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല. അവൾക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ജയൻ പറയുകയാണ് അങ്ങനെ പറയാൻ പറ്റില്ല, നീ കണ്ടുപിടിച്ച പെണ്ണല്ലേ എന്ന്. അപ്പോൾ അനി പറയുകയാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കിഷ്ടമില്ല എന്ന് ആദർശ് ഏട്ടനോട്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസമല്ലേ നീ പറഞ്ഞത്, അന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, അത് നേരത്തെ അല്ലേ പറയാനുള്ളത് എന്ന്. അപ്പോൾ ജയൻ പറയും ഇനി എന്തായാലും കുഴപ്പമില്ല, നീ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റുള്ളൂ. നിൻ്റെ ജീവിതം തകർന്നു കാണുന്നത് ഞങ്ങൾക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നാണ് ജയൻ അനിയെ ഉപദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മുടെ അനാമികയും നവ്യയും കൂടി അമ്പലത്തിൽ വെച്ച് കാണുകയാണ്. നവ്യ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങിയപ്പോൾ അനാമിക നവ്യയെ എടിയെന്ന് പറഞ്ഞിട്ട് നിന്നെ കാണുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയതിന് ശേഷം നിനക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേടി എന്ന്. എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നീ അവിടെ നിന്ന് പോയത്. നീ എന്നൊക്കെ എൻ്റെ അനിയത്തി നയനെ കയറി തല്ലാൻ ആരാടി നിൻ്റെ അടുത്ത് പറഞ്ഞത്? എൻ്റെ വീട്ടിൽ കയറാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയണം അത് നിൻ്റെ വീട് എങ്ങനെയാവും? അത് ആദർശേട്ടൻ നിനക്ക് എൻ്റെ അനിയത്തിക്ക് എടുത്തു കൊടുത്ത വീടല്ലേ. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ വീടെടുത്ത് കൊടുത്തെന്നൊക്കെ വരുള്ളൂ. അപ്പോൾ നിൻ്റെ ഭർത്താവ് നിനക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അനാമിക ചോദിക്കുകയാണ് നിൻ്റെ ഭർത്താവ് നിനക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നവ്യയോട് അനാമികയും ചോദിക്കുന്നു. നിൻ്റെ കാര്യം ഞാൻ സമ്മതിച്ചു, പക്ഷേ നിൻ്റെ കാര്യമോ നിന്നെ നീ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ, പിന്നെ നിന്നെ സ്നേഹിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ എന്ന്. അനിയെക്കൊണ്ട് സ്നേഹിക്കാനാണെങ്കിൽ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും, പക്ഷേ ഞാനത് ശ്രമിക്കാത്തതാണ്. എനിക്ക് ആരുടെയും സ്നേഹം ഇരന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് നല്ല ആസ്തിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. നിനക്ക് അങ്ങനെയല്ലല്ലോ, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലല്ലോ. അതുകൊണ്ടല്ലേ നീ ഇവിടെ നിന്ന് ആ ചവിട്ടും അടിയെല്ലാം തൊടിയും വാങ്ങിച്ചിട്ട് നീ ഇവിടെ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അത്രയ്ക്ക് ആസ്തി ഉള്ളത് കൊണ്ടാണോ വല്യമ്മ നിനക്ക് തന്ന സ്വർണ്ണത്തിൽ നിന്ന് നീ ഒരു മാലയെടുത്ത് നിൻ്റെ അമ്മയുടെ അടുത്ത് വിൽക്കാൻ ഏൽപ്പിച്ചതെന്ന് നവ്യ ചോദിക്കുമ്പോൾ നെറ്റലോടെ അനാമിക നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.